നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം പുരോഗമിക്കുന്തോറും വർദ്ധിത വീര്യവുമായി പടനയിക്കുന്ന സേനാധിപന്റെ വാക്ശരങ്ങളും ശരീരഭാഷയുമായി കളം പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കി അങ്ങയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച രാഹുൽ, യുപിയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം 50 സീറ്റിൽ വിജയിക്കുമെന്ന് പറയാനുള്ള ആർജവം ആർജിച്ചത് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെയാണ് കാണുന്നത്. മോദി പ്രധാനമന്ത്രി കസേരയിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറയാൻ രാഹുൽ കാണിച്ച ആത്മവിശ്വാസവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒടുവിൽ ലക്നൌവിൽ നടന്ന ഒരു പരിപാടിയിൽ നരേന്ദ്രമോദി ഒരു രാജാവാണെന്നും പ്രധാനമന്ത്രി അല്ലെന്നും രാഹുൽ ആരോപിച്ചു. 2-3 ധനകാര്യകർത്താക്കൾക്കുള്ള മുന്നണിയാണെന്ന് NDA മുന്നണിയെ വിശേഷിപ്പിച്ച രാഹുൽ മോദിയുടെ അംബാനി അദാനി പരാമർശത്തിന് കനത്ത തിരിച്ചടി നൽകി. ലക്നൌവിൽ നടന്ന ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദ പരിപാടിയിൽ സദസ്സിൽ നിന്നുള്ള ഒരു അംഗത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി രാഹുൽ പറഞ്ഞത്, ഒരു സംവാദത്തിൽ മോദിയെ നേരിടാൻ താൻ 100% തയ്യാറാണെന്നാണ്. എന്നാൽ പ്രധാനമന്ത്രി സമ്മതിക്കില്ലെന്ന് തനിക്കറിയാമെന്നും രാഹുൽ കളിയാക്കി. സമൃദ്ധ ഭാരത് ഫൗണ്ടേഷനാണ് സംവിധാൻ സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP 180 സീറ്റിൽ താഴെ ഒതുങ്ങുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രേഖാമൂലം ഉറപ്പു നൽകാം എന്നും രാഹുൽ പറഞ്ഞു. നേരത്തെ ഉത്തർപ്രദേശിൽ നടന്ന സംയുക്ത റാലികളിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായി നടത്തിയ പ്രവചനമാണ് ആവർത്തിച്ചതെങ്കിലും BJPയുടെ ഉരുക്കുകോട്ടയിൽ നിന്ന് BJPയെ തൂത്തെറിയുമെന്ന് പറയാനുള്ള ഉൾക്കരുത്ത് രാഹുൽ നേടിയിട്ടുണ്ട് എന്നാണ് ആ പ്രസ്താവന തെളിയിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ചിലർ എങ്ങനെ അധികാരം നേടാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ അതിൽ ജനിച്ചതാണ്, അതുകൊണ്ട് തന്നെ അതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അധികാരം പൊതുജനങ്ങളെ സഹായിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് പറഞ്ഞ രാഹുൽ, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 90%വും SC, ST, OBC, ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, തുല്യ പങ്കാളിത്തം ലഭിക്കാത്ത പൊതുസമൂഹത്തിൽ നിന്നുള്ള ദരിദ്രർ എന്നിവരടങ്ങുന്നതാണെന്നും അവരുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചു. തുടർന്ന് ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വേണമെന്ന ആവശ്യം ആവർത്തിച്ച രാഹുൽ ഗാന്ധി, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ സാധാരണക്കാരായ 90% ജനങ്ങളെ ഉൾപ്പെടുത്താതെ അത് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു. 90% ജനങ്ങളും സർക്കാർ ഉദ്യോഗങ്ങൾ, സ്പോർട്സ്, മാധ്യമങ്ങൾ, ജുഡീഷ്യറി എന്നിങ്ങനെ തൊഴിൽ മേഖലകളിലേക്ക് ഉയരുന്നില്ലെന്ന് വന്നാൽ നിങ്ങളുടെ രാജ്യം സൂപ്പർ പവറാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് മോദിയുടെ അവകാശവാദത്തെ പൊളിച്ചടുക്കിയ രാഹുൽ ഗാന്ധി, ജനസംഖ്യയുടെ 10% ഉപയോഗിച്ച് രാജ്യത്തെ മഹാശക്തിയാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ആരോപിച്ചു. പ്രധാനമന്ത്രി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ആരോപിച്ച രാഹുൽ, മോദിജി പ്രധാനമന്ത്രിയല്ല രാജാവാണ് എന്നും കളിയാക്കി. അദ്ദേഹത്തിന് മന്ത്രിസഭയുമായോ പാർലമെന്റുമായോ ഭരണഘടനയുമായോ യാതൊരു ബന്ധവുമില്ല. 21-ാം നൂറ്റാണ്ടിലെ രാജാവാണ് അദ്ദേഹം. യഥാർത്ഥ ശക്തിയുള്ള 2-3 ധനകാര്യ വ്യവസായ ഭീമന്മാരുടെ മുന്നണിയാണ് അദ്ദേഹത്തെ താങ്ങി നിർത്തുന്നത്. തന്റെ പ്രസംഗത്തിനൊടുവിൽ താനും പ്രധാനമന്ത്രിയും ഒരു സംവാദത്തിൽ പങ്കെടുക്കണമെന്ന സമീപകാല നിർദ്ദേശമടക്കം 3 ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു. ആരുമായും, എന്തിന് പ്രധാനമന്ത്രിയുമായി പോലും സംവാദത്തിന് ഞാൻ 100% തയ്യാറാണ്. പക്ഷെ പ്രധാനമന്ത്രി എന്നോട് സംവദിക്കില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, 10 വർഷത്തിനിടെ ഒരു പത്രസമ്മേളനം പോലും നേരിടാൻ ധൈര്യം കാണിക്കാത്ത പ്രധാനമന്ത്രിയാണ് മോദി എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു സൈന്യാധിപനെയാണ് രാജ്യം രാഹുലിൽ ദർശിക്കുന്നത്. ആ സ്ഥൈര്യവും വീറും വോട്ടായി മാറുമോ എന്ന് ജൂൺ 4-ന് അറിയാം.